Dear students, welcome to Learner's World. In this video, I'm going to talk about protest in the age of social media. How was the March for Our Lives movement shaped by social media by Edgar Klausner, FAUGP Semester 2 AC Humanities and Other PA programs under Calcutta University. Summary of protest in the age of social media. How was the March for Our Lives movement shaped by social media by Edgar Klausner? അതായത് സോഷ്യൽ മീഡിയയുടെ കാലത്ത് പ്രതിഷേധങ്ങളെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. മാർച്ച് ഫോർ അവർ ലീവ്സ് പ്രസ്ഥാനം സോഷ്യൽ മീഡിയ എങ്ങനെ രൂപപ്പെടുത്തി എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ വിശദീകരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് എഡ്ഗർ ക്ലോസ്നർ ആണ്. This article explains how social media played a major role in the success of the March for Our Lives movement, which was created after the tragic Parkland school shooting in Florida, USA on 14th February 2018. അപ്പോൾ ഈ ഒരു പ്രബന്ധത്തിൽ ഈ ഒരു ആർട്ടിക്കിളിൽ മാർച്ച് ഫോർ അവർ ലിവ്സ് എന്ന പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിൽ സോഷ്യൽ മീഡിയ വഹിച്ച പ്രധാന പങ്ക് വിശദീകരിക്കുന്നുണ്ട്. 2018 ഫെബ്രുവരി 14 അമേരിക്കയിലെ ഫ്ലോറിഡയിലെ പാർക്ക്ലാൻഡ് സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ 17 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ദ മാർച്ച് ഫോർ അവർ ലിവ്സ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വിജയത്തിൽ സോഷ്യൽ മീഡിയ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. During the shooting, 17 people lost their lives. The survivors, many of whom were students, demanded stricter gun control laws and organized a large protest movement. അപ്പോൾ ഈ വെടിവെപ്പിൽ 17 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്. ജീവൻ രക്ഷപ്പെട്ട വിദ്യാർത്ഥികളും മറ്റ് പിന്തുണക്കാരും കർശനമായി തോക്ക് നിയന്ത്രണ നിയമങ്ങൾ ആവശ്യപ്പെട്ട് വലിയ ഒരു പ്രതിഷേധ പ്രസ്ഥാനം രൂപീകരിച്ചു. The movement quickly gained attention across the United States and around the world. On 24 March 2018, hundreds of thousands of people participated in protests in Washington, D.C. and many other locations. ഈ പ്രസ്ഥാനം വളരെ വേഗത്തിൽ അമേരിക്കയിലും ലോകമെമ്പാടും ശ്രദ്ധ നേടി. 2018 മാർച്ച് 24 വാഷിങ്ടൺ DC-യിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു പ്രതിഷേധങ്ങളിലൊക്കെ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സച്ച് as Twitter, Facebook and Instagram helped spread information about the movement and encouraged people to join. It describes March for Our Lives as a network movement. അപ്പോൾ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഈ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. മാർച്ച് ഫോർ അവർ ലിവ്സ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് പ്രസ്ഥാനം ആണ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. Social media connected people from different places and backgrounds, allowing them to communicate and support each other. അതായത് ഇത് ഒരു നെറ്റ്വർക്ക് പ്രസ്ഥാനമാണ്. സോഷ്യൽ മീഡിയ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളെ ബന്ധിപ്പിക്കുകയും ആശയവിനിമയത്തിനും പരസ്പര പിന്തുണയ്ക്കൊക്കെ അവസരം നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. സർവൈവേഴ്സ് ഓഫ് ദ പാർക്ക്ലാൻഡ് ഷൂട്ടിംഗ് ഷെയർഡ് ദെയർ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഓൺലൈൻ, മേക്കിംഗ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ സീരിയസ്നെസ് ഓഫ് ഗൺ വയലൻസ്. ഈ ഒരു പാർക്ക്ലാൻഡ് വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ അവരുടെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു. ഇതിലൂടെ തോക്ക് ആക്രമണത്തിൻ്റെ ഗുരുതരാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. Social media also enabled victims and supporters to connect with others who had experienced similar tragedies. അപ്പോൾ ഈ സമാന രൂപത്തിലുള്ള ദുരന്തങ്ങൾ നേരിട്ട മറ്റാളുകളുമായി ബന്ധപ്പെടാനും ഒക്കെ സോഷ്യൽ മീഡിയ സഹായിച്ചു എന്നാണ് പറയുന്നത്. ആസ് എ റിസൾട്ട്, awareness about gun violence increased and many people who had never faced such situations become more informed and sympathetic. അപ്പോൾ ഇതിൻ്റെ ഫലമായി തോക്ക് അക്രമത്തെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് വർദ്ധിക്കുകയും കൂടുതൽ ആളുകൾ ഈ വിഷയത്തോട് സഹാനുഭൂതി കാണിക്കുകയൊക്കെ ചെയ്തു. Another important contribution of social media was the creation of a collective identity.
അതായത് സോഷ്യൽ മീഡിയയുടെ മറ്റ് പ്രധാന ഒരു സംഭാവന, ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കൂട്ടായ തിരിച്ചറിവാണ്. Through online platforms, supporters felt that they were part of a large community fighting for the same cause. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ഒരു മൂവ്മെൻറ്റിനെ പിന്തുണച്ചവർ തങ്ങളൊരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു. ദ ഷെയർഡ് ഐഡിയാസ്, മെസ്സേജസ് ആൻഡ് ഗോൾസ് വിച്ച് സ്ട്രെങ്തൻ ദ മൂവ്മെൻറ്റ്. അവർ പരസ്പരം ആശയങ്ങളും സന്ദേശങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും ഒക്കെ പങ്കുവച്ചു. അതിലൂടെ ഈ ഒരു പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. The ability to speak with one united voice made the movement more influential. അതായത് ഒരു ഒറ്റ ശബ്ദത്തിൽ സംസാരിക്കാനുള്ള കഴിവ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിച്ചു. സോഷ്യൽ മീഡിയ ഗാവ് ആക്ടിവിസ്റ്റ് എ കോമൺ പ്ലാറ്റ്ഫോം ടു എക്സ്പ്രസ് ദെയർ വ്യൂസ് ആൻഡ് എൻകറേജ് അതേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ്. അതായത് സോഷ്യൽ മീഡിയ അതിലെ ആക്ടിവിസ്റ്റിന്, പ്രവർത്തകർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും ഒക്കെ ഒരു പൊതുവേദിയായിട്ട് മാറി. Researchers shown that frequent use of social media can encourage people to participate in protest and social movements. അതായത് റിസർച്ചേഴ്സ് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ പെട്ടെന്ന് ഉപയോഗിക്കുന്നതിലൂടെ ആളുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും അവരെ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുപ്പിക്കാനൊക്കെ ഈ ഒരു മൂവ്മെൻറ്റിന് ശക്തി പ്രാപിക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. അത് കാരണമായി. ദർഫോർ സോഷ്യൽ മീഡിയ ഹെൽപ്പ് ടു ട്രാൻസ്ഫോം ഓൺലൈൻ സപ്പോർട്ട് ഇൻ ടു റിയൽ വേൾഡ് ആക്ഷൻ. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഈ ഒരു ഓൺലൈൻ സപ്പോർട്ടിലൂടെ ഒരു റിയൽ വേൾഡ് ആക്ഷൻ ആക്കി മാറ്റിയത് എന്നാണ് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ പ്രതിഷേധങ്ങളിലും അതുപോലെ സാമൂഹിക പ്രസ്ഥാനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് ഓൺലൈൻ പിന്തുണ യഥാർത്ഥ പ്രവർത്തനങ്ങളായി മാറാൻ സോഷ്യൽ മീഡിയ സഹായിച്ചു. സോഷ്യൽ മീഡിയ വാസ് ഓൾസോ എ പവർഫുൾ ടൂൾ ഫോർ ഓർഗനൈസിങ് പ്രൊട്ടസ്റ്റ്. അതായത് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിലും സോഷ്യൽ മീഡിയ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. സിൻസ് മെനി സർവൈവേഴ്സ് വർ ടീനേജേഴ്സ്, ദേ കുഡ് ഈസിലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ യങ് പീപ്പിൾ ത്രൂ പ്ലാറ്റ്ഫോം ലൈക്ക് ട്വിറ്റർ. അതായത് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായിട്ടുള്ള പലരും ടീനേജേഴ്സാണ്. ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മറ്റു യുവാക്കളുമായിട്ട് എളുപ്പത്തിൽ അവർക്കൊക്കെ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു. This made it easier to attract participants of similar age groups. ഇതിലൂടെ കൂടുതൽ യുവാക്കളെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാനായിട്ടൊക്കെ സഹായിച്ചു. കൂടുതൽ ആളുകൾക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക്, ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. People used hashtags such as MST Strong to show solidarity, share information and discuss ഗൺ കൺട്രോൾ ഇഷ്യൂസ്. അതായത് ഇതുപോലുള്ള ഹാഷ്ടാഗുകൾ ഉപയോഗിച്ച് ആളുകൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും വിവരങ്ങൾ പങ്കുവെക്കുകയും തോക്ക് നിയന്ത്രണത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. ദീസ് ഓൺലൈൻ ഡിസ്കഷൻസ് ഹെൽപ്ഡ് ബിൽഡ് മൊമെൻറ്റം ഫോർ ദ മൂവ്മെൻറ്റ് ആൻഡ് എൻകറേജ്ഡ് മോർ പീപ്പിൾ ടു ജോയിൻ ദ കോസ്. അപ്പോൾ ഇതിലൂടെ പ്രസ്ഥാനത്തിന് കൂടുതൽ ശക്തിയും ജനപിന്തുണയൊക്കെ ലഭിച്ചു എന്നാണ് പറയുന്നത്. Essay concludes that social media was essential to the success of the March for Our Lives movement. It helped to connect people, spread awareness, organize protests and gather large scale support. അപ്പോൾ ഈ ഒരു മാർച്ച് ഫോർ അവർ ലിവ്സ് പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിൽ സോഷ്യൽ മീഡിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. സോഷ്യൽ മീഡിയ ആളുകളെ പരസ്പരം ബന്ധിപ്പിച്ചു. തോക്ക് ആക്രമണത്തെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുത്തു. പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്തു. വലിയ തോതിൽ ജനപിന്തുണ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ നേടി. അതുപോലെ പ്രസ്ഥാനത്തെ ദേശീയ അന്തർദേശീയ തലങ്ങളിലേക്ക് ഒക്കെ സ്വാധീനമുള്ളതാക്കി മാറ്റി എന്നാണ് പറയുന്നത്.